ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമ്മളെ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ ഇതാ ഞാനിവിടെ ഏകദേശം ഒരു ഗ്ലാസ് എന്താ നമ്മളെ റവ എടുത്തിട്ടുണ്ട്. റവ എന്ന് പറയും, സൂചിപ്പൊടി എന്നൊക്കെ പറയും കേട്ടോ ഇവിടെ. അപ്പൊ ഇതാ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്താൻ വെക്കണം. അപ്പൊ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് റവ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഞാനിപ്പോ ഏകദേശം ഒരു 4 ആൾക്കുള്ള എന്താ അളവിലാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ഇനി ഇതാ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ്സിനാണ് കേട്ടോ ഞാൻ റവ അളന്നെടുത്തത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒന്ന് കുതിർന്ന് വരണം കേട്ടോ. ഒരു 5 മിനിറ്റ് വെക്കുന്ന നേരം തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. 5 മിനിറ്റ് കഴിഞ്ഞേരം റവ നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു എന്താ റവന്റെ അകത്തുള്ള ആ ഒരു വെള്ളം തന്നെ മതിയാവേ. അപ്പൊ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ ഇതിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് മാത്രം മതിയാവും കേട്ടോ, കൂടി പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂണ് ബട്ടറാണ്. ബട്ടർ കയ്യിലുണ്ടേ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബട്ടർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിനാണ് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ നല്ല നെയ്യുണ്ടെ നല്ല നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ കോഴിമുട്ട ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ ഇതിലേക്ക് കോഴിമുട്ടയും അതുപോലെ തന്നെ ബട്ടറും രണ്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു കോഴിമുട്ടയും അതുപോലെ തന്നെ അതിൽ കുതിർത്താൻ വെച്ച ഒരു വെള്ളവും മതിയാവും കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം നമുക്ക്. അപ്പൊ ഇതാ ഞാന് റവ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ആയി കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഇതില് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ ഇത് വെള്ളം പോലെ ഉള്ളത് ഇട്ടോ അടിച്ചു കഴിഞ്ഞേരം. ഇനി ഇതാ നമുക്ക് കുറച്ച് മൈദ എടുക്കാം. നമ്മൾ റവ അളന്ന അതേ പാത്രത്തിൽ തന്നെ 1.5 ഗ്ലാസ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മ ഈ ഒരു കൂട്ട് ഈ ഒരു മൈദയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു മിക്സ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മളിപ്പോ ഇത് ഒരു ഏകദേശം ചപ്പാത്തിന്റെ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പൊ ഇത് ആദ്യം നമ്മൾ ഒഴിച്ച് നോക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയും കൂടി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ആദ്യം ഇതേപോലെ പുട്ടിന് പൊടി നനയ്ക്കുന്ന മാതിരി നനച്ചെടുത്താൽ മതിയാവും. എല്ലാ ഭാഗത്തും ആയതിനു ശേഷം കുറച്ചും കൂടി ഒഴിച്ചിട്ട് നമ്മളിത് കൈവച്ച് കുഴക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ കറക്റ്റ് പാകമായിരുന്നു കേട്ടോ ഈ ഒരു വെള്ളം, അല്ല ഈ ഒരു മാവ്. അപ്പൊ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തരാ കറക്റ്റ് പാകമായിനെ. ഇത് നല്ലോണം കുഴച്ചെടുക്കട്ടെ. ഇപ്പൊ ഇത് നിങ്ങളിപ്പോ എന്താ ഈ ഒരു വെള്ളം കൂടി പോവുകയെന്ന് വെച്ചാല് ഇതിലേക്ക് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതിപ്പോ കറക്റ്റ് ആയിരുന്നു. ഇതിപ്പോ ഞാൻ കുഴച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അധികം ടൈറ്റ് ആയിട്ടൊന്നും വേണ്ട. നമ്മൾ ഏകദേശം പൊറാട്ടക്കൊക്കെ കുഴക്കുന്നില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതിയാവും. ഇത് കുഴക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ. കൈമിൽ അധികം പിടിക്കാത്ത രീതിയിൽ വരിക വെച്ചാൽ കറക്റ്റ് പാകാണ്. എന്നാലും ഇത് നല്ല അഴഞ്ഞിട്ടാണ് ഉണ്ടാവുകയും ചെയ്യുക. ഇത് ഞാൻ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇതേപോലെ കുഴച്ചെടുത്താലും കുറച്ചു നേരം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം ഒന്ന് അഴിഞ്ഞിട്ട് വരണം. നല്ലാന്ന് കറക്റ്റ് പാകമായിട്ട് വരിക നമ്മൾ ചെയ്യുന്ന സമയത്ത്. ഇതാ ഇതിൽ വെച്ചിട്ട് തന്നെ ഞാൻ നല്ലോണം ഒരു 5 മിനിറ്റ് അങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല ലൂസായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇതാ ഇത്രയും മതിയാവും. ഇനിയിപ്പോ ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലിട്ടിട്ട് ഒന്നും കൂടി എന്താ ലൂസാക്കി എടുക്കാം കേട്ടോ. ഒന്നും കൂടി കുഴച്ചാൽ മതിയാവും. എന്നിട്ട് പിന്നെ അതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു നേരം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇതിലേക്കുള്ള കറിയാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഞാനിപ്പോ.
അപ്പൊ എനിക്കിവിടെ കുറച്ച് കൂന്തൾ കിട്ടീനു കേട്ടോ. കൂന്തൾ എന്ന് പറയും, അതുപോലെ തന്നെ കണവ എന്നൊക്കെ പറയും കേട്ടോ ഇതിന്. അപ്പൊ അധികം വലിപ്പമില്ലാത്തൊരു ടൈപ്പാണ്. ഇതാ ഞാനിത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കറി വാട്ടിയൊന്നും വെക്കുന്നില്ല കേട്ടോ. വാട്ടാതെ തന്നെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയുള്ളി എടുത്തിട്ടുണ്ട്. വലിയുള്ളി 2 ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുമാതിരി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എരിവ് നിങ്ങൾക്ക് എത്ര വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി അത് ചതുക്കി ഇട്ട് കൊടുക്കണം. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇപ്പോൾ 2 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തത്. ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ചതുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണ്. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ അല്ല കേട്ടോ, 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയും ഒന്നും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് വെന്തതിന് ശേഷമാണ് ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് കുഴച്ചെടുക്കരുത് കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതാ ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു സമയം ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാന്ന് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് വെള്ളം വരും കേട്ടോ. വെള്ളം വന്നിട്ട് അതിൽ കിടന്നിട്ട് വെന്തോളണം കേട്ടോ. നമ്മൾ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ട് അങ്ങനെ വെന്തോളൂ കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ വരട്ടിയെടുത്താൽ മതിയാവും. അപ്പൊ നല്ല അടിപൊളി കൂന്ത ഫ്രൈ ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. പിന്നെ ലാസ്റ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പൊ ഞാനിത് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് മസാലപ്പൊടി ഒന്നും കാണിച്ചു തരാൻ വിട്ടുപോയത്. മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വേറെ ഒന്നും നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ മല്ലിച്ചപ്പുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഞാൻ ഇതേപോലെ കുഴച്ചെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് കൈൻ്റെ അടിയിൽ വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചപ്പാത്തിന്റെ ആ ഒരു വലുപ്പത്തിലുള്ള ഒരു ബോൾസ് ആക്കി എടുക്കാം. ഇതേപോലെ കൈ വെച്ചിട്ട് ഇതാക്കിയാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ കൈമേൽ പറ്റി പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നത്. നല്ലോണം വലിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് കൈ കൊണ്ട് പിടിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതാ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. ഇത്രയും മതിയാവും കേട്ടോ. ചെറുത് മതിയാവും, അധികം വലിപ്പില്ല. ഇത് മുഴുവനായിട്ട് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കട്ടെ. നമ്മൾ ബോൾസ് ആക്കിയിട്ട് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇന്നലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കട്ടോ. ഒട്ടി പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഓയിലോ ഏതാണെന്ന് എടുക്കട്ടോ. ഇത് ഞാൻ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ആക്കി കൊടുക്കട്ടോ. മൈദ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിഞ്ഞിട്ട് ഇത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. കുറച്ച് മൈദ മേളിലായിട്ട് ആക്കി കൊടുക്കുക. കുറച്ചധികം തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്താ പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ തൊടുന്ന സമയത്ത് തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും കേട്ടോ. നമ്മൾ മൈദ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഒട്ടി പിടിക്കൊന്നുമില്ല. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. പൊറാട്ടൊക്കെ പരത്തുന്ന മാതിരി നല്ല വലിച്ച് കിട്ടിയൊന്നും പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം നമ്മൾ ചപ്പാത്തിന്റെ ആ ഒരു വലിപ്പത്തിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ഇടയിലായിട്ട്. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് വെറുതെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് ഓയിലും തടവി കൊടുക്കുക. ഇതേപോലെ തടവി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇടയിൽ ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ എടുക്കട്ടോ. ഓയിൽ എന്ന് പറയുന്നത് ഞാൻ സൺഫ്ലവർ ഓയിലിനെ കൊണ്ടാണ് കേട്ടോ. ഇനി ഇതാ ഇതേപോലെ ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ മടക്കി പത്തിരിയൊക്കെ ആക്കുന്നില്ലേ, അതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ബോക്സ് ആക്കി എടുക്കാം.
അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഒന്നും കൂടി ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അതാ ആദ്യം എന്താ ഒരു ബോൾസ് എടുത്ത് വെക്കുക, കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കുക, എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം ഞാൻ ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. ഓയിൽ തടവി കൊടുത്തതിന് ശേഷം എന്നിട്ട് ഞാൻ ഇതിൽ കറിവേപ്പില ചേർത്ത് കൊടുത്തത്. അപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുക, എന്താ തടവി കൊടുക്കുക, എന്നിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കുറച്ച് മതിയാവും കേട്ടോ. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം ആക്കി വെച്ചതില്ലേ അതെടുത്തിട്ട് പരത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്താ കുറച്ച് മൈദ ആക്കി കൊടുക്കുന്നുണ്ട്. മൈദ ആക്കി കൊടുത്തിട്ടില്ല പറ്റി പിടിക്കും കേട്ടോ. കുറച്ച് ഒന്ന് മൈദ ആക്കി കൊടുക്കുക, എന്നിട്ട് ഇതേപോലെ തന്നെ ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക എൻ്റെ മുകളിലായിട്ട്. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ല ബോൾ പോലെ പൊങ്ങി വരും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി. നമ്മൾ ബട്ടറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ. ആരും പറയല്ല നമ്മൾ റവ കൊണ്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. ഇതിന് നമുക്ക് മാറ്റി കൊടുക്കാം. ഒരു പ്രാവശ്യമെങ്കിലും മടക്ക് പത്തിരി ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്പെടുത്തേ. അപ്പോൾ അടുത്ത ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പിയുമായി കാണാം. അസ്സലാമു അലൈക്കും.